ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ. ഹൂത്തി തലവൻ അബ്ദു മാലിക് അൽ ഹൂത്തിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഹൂത്തികളുടെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. നെതന്യാഹു ഉള്ളിലുള്ളപ്പോൾ തന്നെ ബെൻഗുറിയോൺ വിമാനത്താവളം തങ്ങൾ ഒരിക്കൽ ലക്ഷ്യമിട്ടതാണെന്നും ഇനി അതിന് മടിക്കില്ലെന്നും ഹൂത്തി നേതാവ് നസർ അൽ ദിന്നമർ അവകാശപ്പെട്ടു. ഗാസയിലെ കൂട്ടക്കുരുതികൾക്ക് ഏക ഉത്തരവാദി ഇസ്രായേൽ നേതൃത്വമാണെന്നും അതിനെ പ്രതികാരം ചെയ്യാതെ ഹൂത്തികൾ വിശ്രമിക്കില്ലെന്നും കൂടി അവർ പറഞ്ഞു. അതേസമയം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ കടുത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹൊദൈദ, സാലിഫ് തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടെത്തിയ 15ഓളം യുദ്ധവിമാനങ്ങൾ 30 ബോംബുകളെങ്കിലും വർഷിച്ചതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി. ആക്രമണം ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ തന്നെ വകവരുത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സനയിലെ വിമാനത്താവളവും തകർന്ന നിലയിലാണെന്ന് കാറ്റ്സ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുക്കാനാണ് ഭാവമെങ്കിൽ വേദനാജനകമായ തിരിച്ചടികളാകും ഹൂത്തികളെ കാത്തിരിക്കുന്നത്. മുഹമ്മദ് ദെയ്ഫിനോടും യാഹ്യ സിൻവാറിനോടും ബെയ്റൂത്തിലെ നസ്രളയോടും ടെഹ്റാനിലെ ഹനിയയോടും ചെയ്തതുപോലെ നിർദാക്ഷിണ്യം തീർത്ത് കളയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് നെതന്യാഹുവിനെതിരെ ഹൂത്തികൾ വധഭീഷണി മുഴക്കിയത്. അതിനിടെ ഹൂത്തികൾക്കെതിരെ അമേരിക്ക കഴിഞ്ഞ ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഹൂത്തികൾക്ക് ഏറ്റുമുട്ടൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തങ്ങൾ ആക്രമണം നിർത്തുന്നു എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഹൂത്തികളുടെ ആക്രമണത്തിൽ 510 കോടിയോളം രൂപയുടെ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലെ ആക്രമണങ്ങൾക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് ചെങ്കടലിൽ കൂടി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂത്തി മിസൈൽ ആക്രമണം നടന്നത്. അമേരിക്കയിൽ നിന്നും മടങ്ങി വന്ന വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ നഗരമായ ലുദ്ദിലെ ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂത്തികളുടെ മിസൈൽ എത്തിയത്. UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം നടന്നതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലെബനോണിനും ഗാസയിലും സയനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയുമായിട്ടാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി ചാനലായ അൽ മസീറ TV പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അവരുടെ സൈനിക വക്താവായ യഹ്യ സരി പറഞ്ഞിരുന്നു. പലസ്തീൻ 2 എന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഹൂത്തികൾ അന്ന് ആക്രമണം നടത്തിയത്. എന്നാൽ അന്ന് ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഈ മാസം ആദ്യത്തെ ആഴ്ചയിലും ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ ബെൻഗുറിയോൺ വിമാനത്താവളത്തിന് സമീപം എത്തിയിരുന്നു. ആക്രമണത്തിൽ ആകാശത്തേക്ക് പുക ഉയരുകയും ടെർമിനലിലെ യാത്രക്കാർക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. 6ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് 7 ഇരട്ടിയായി തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ അന്നേ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഹൂത്തികളുടെ നേതാക്കന്മാരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്.